Hello everyone. Today we are going to discuss the topic the division algorithm. The division algorithm. Suppose we have two integers a and b, where a is any integer and b is a positive integer. A is any integer and b is a positive integer. That is, b belongs to z plus. Suppose a is divided by the integer b. The integer a is divided by a positive integer b. Then we get a unique quotient q and a unique remainder r, where the remainder satisfies the condition 0 less than or equal to r less than b. That is, the remainder should lies between 0 and b. Here a is the dividend and b is the divisor. This is actually the division algorithm. We can state this as a theorem. For example, if you are choosing a as 9 and b as 4, that is, we are dividing 9 by the integer 4. So we know if you are dividing the 9 by the integer 4, we will get quotient as 2 and remainder as 1. So we can write 9 is equal to 4 into 2 plus 1. Here this is our a, this is our b, and the unique quotient is q 2 and remainder is 1. So 9 is equal to 4 into 2 plus 1. Now we can state this as theorem. Let a be any integer and b be a positive integer. Then there exists unique integers q and r such that a equal to b into q plus r. A equal to b into q plus r. Here a is the dividend, b is the divisor, q is the quotient, and r is the remainder, where r lies between 0 and b, including 0. Okay, r is the remainder. So here in this example we get remainder as 1, which is lies between 0 and our b4. Now we can prove this theorem. ഇതിന്റെ പ്രൂഫ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഒരു പാർട്ട് അതായത് എക്സിസ്റ്റൻസ് ഓഫ് ക്യൂ ആൻഡ് ആർ, അതാണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടായിട്ട്. സെക്കൻഡ് പാർട്ടായിട്ട് ആ എക്സിസ്റ്റ് ചെയ്യുന്ന ക്യൂവും ആറും യുണീക്ക് ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിവിഷൻ അൽഗോരിതം പറയുന്നത് ഏതൊരു ഇൻറ്റിജർ എയും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ബിയും എടുത്തു കഴിഞ്ഞാൽ ഇഫ് യു ആർ ഡിവൈഡിങ് എ ബൈ ബി വി ഗെറ്റ് എ ക്വോഷ്യന്റ് ക്യൂ ആൻഡ് റിമൈൻഡർ ആർ. ആ ക്യൂവും ആറും എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു എയും ബിയും എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡറും ക്വോഷ്യന്റും യുണീക്ക് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് അതിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം, അതായത് ക്യൂയുടെയും ആറിന്റെയും എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഗിവൺ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ് എയും ബിയും, അതിൽ ബി പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് പാർട്ട് എക്സിസ്റ്റൻസ് പ്രൂഫ്. ഓക്കെ, അതായത് എക്സിസ്റ്റൻസ് ഓഫ് ക്യൂ ആൻഡ് ആർ, അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ അതിന് ആദ്യം നമ്മൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ മൈനസ് ബി എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസെഡ് ആൻഡ് എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇങ്ങനെയുള്ള ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ഈ സെറ്റിലുള്ള എലമെന്റ്സിന്റെ ഫോം ഇങ്ങനെയാണ്. എ മൈനസ് ബി എൻ എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എയും ബിയും ഗിവൺ ഇൻറ്റിജേഴ്സ് ആണ്, വേർ ബി ബിലോങ്സ് ടു ഇസെഡ് പ്ലസ്. ഓക്കെ, എൻ ഇൻറ്റിജർ ആയിട്ടുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ, അതായത് എ മൈനസ് ബി എൻ എന്ന രൂപത്തിലുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. സച്ച് ദാറ്റ് എ മൈനസ് ബി എൻ എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും വേണം. ഓക്കെ, അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കളക്ഷനെ നമ്മൾ എസ് എന്ന് വിളിക്കുന്നു. Clearly, S is a subset of W. W is the set of all whole numbers. Okay, so നമുക്കറിയാം എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്, മാത്രമല്ല എന്നും ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ മൈനസ് ബി എൻ ഇൻറ്റിജർ ആയിരിക്കും, മാത്രമല്ല വിച്ച് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. സോ എസിലുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും, whole numbers ആയിരിക്കും. സോ എസ് ബിലോങ്സ് ടു എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് W. നൗ നമ്മൾ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് എസിൽ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത്. എസിൽ ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് എസ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആണ്. അതായത് എസിൽ ഒരു എലമെന്റ് എങ്കിലും ഉണ്ടെന്ന് ആദ്യം പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, സോ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് എസ് നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കേസ് എടുക്കുന്നു. എ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0യും എ ലെസ് ദാൻ 0 ആയിട്ടുള്ള രണ്ട് കേസസ് എടുക്കുന്നു. കാരണം നമുക്കറിയാം എ ബിലോങ്സ് ടു ഇസെഡ് ആണ്.
A any integer ആണ്, B belongs to Z plus 1 പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ എക്ക് രണ്ട് കേസ് ആക്കി എടുക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്നുള്ള കേസും രണ്ടാമത്തത് എ ലെസ് ദാൻ 0 എന്നുള്ള കേസ് എടുക്കുന്നു. സോ ഫസ്റ്റ് കേസിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണെങ്കിൽ എ ക്യാൻ ബി റിട്ടൺ ആസ് എ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു 0. ഓക്കെ, ബി ബി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും വരെ. സോ എനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എ മൈനസ് ബി ഇൻറ്റു 0 എന്ന് എഴുതാൻ പറ്റും. Therefore it belongs to S because S ലെ എലമെന്റ്സിന്റെ ഫോം എങ്ങനെയാണ്, A മൈനസ് ബി എൻ ആണ്, where n belongs to Z. ഇവിടെ n ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ 0 ആണ്. ഓക്കെ, സോ എ മൈനസ് ബി ഇൻറ്റു 0 ബിലോങ്സ് ടു എസ് എന്നുള്ളത് ഈ രൂപത്തിൽ, എ മൈനസ് ബി ഇൻറ്റു 0 എന്നുള്ളത് ഈ രൂപത്തിലായതുകൊണ്ട് തന്നെ എ ബിലോങ്സ് ടു എസ്. സോ എസ് കണ്ടെയ്ൻസ് an element. സോ എസ് നോൺ എംപ്റ്റി ആണ് if എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണെങ്കിൽ എസ് നോൺ എംപ്റ്റി ആണെന്ന് കിട്ടി. നൗ അടുത്ത കേസ് എസ് ലെസ് ദാൻ 0 ആണെങ്കിൽ, എസ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം ബി എന്നുള്ളത് ബിലോങ്സ് ടു സെറ്റ് പ്ലസ് ആണ്, അതായത് പോസിറ്റീവ് ആണ്. എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ മൈനസ് എ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ബി ബിലോങ്സ് ടു സെറ്റ് പ്ലസ് ആയതുകൊണ്ട്, അതായത് ബി പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം, ബി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഈ മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോട് ലെഫ്റ്റിലും റൈറ്റിലും മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഇനീക്വാലിറ്റിയിൽ ഒരു പോസിറ്റീവ് നമ്പർ നമ്മൾ രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇനീക്വാലിറ്റിക്ക് മാറ്റം വരില്ല. സോ മൈനസ് ബി ഇൻറ്റു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടും. ക്ലിയർ, ഒരു പോസിറ്റീവ് നമ്പറാണ് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഇനീക്വാലിറ്റിക്ക് മാറ്റം വരില്ല. സോ മൈനസ് ബി ഇൻറ്റു എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എന്ന് വരും. Therefore ഈ മൈനസ് എ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്ന് കിട്ടും. എ മൈനസ് ബി എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. സോ എ മൈനസ് ബി എന്തായിരിക്കും, ബിലോങ്സ് ടു എസ് ആയിരിക്കും. കാരണം എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദിസ് ഫോം സച്ച് ദാറ്റ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. സോ ഇവിടെ എ മൈനസ് ബി ഇൻറ്റു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഈ ഫോമിലാണ്, ടേക്കിംഗ് എൻ ആസ് എ. എൻ ഇവിടെ എ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ മൈനസ് ബി എൻ എന്നുള്ള രൂപത്തിൽ കിട്ടും. സോ ഇത് എവിടെ ഉണ്ടാവും, എസിൽ ഉണ്ടാവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൂടെ ആയതുകൊണ്ട്. സോ എ മൈനസ് ബി എ ബിലോങ്സ് ടു എസ്. സോ എ എന്നുള്ളത് ലെസ് ദാൻ 0 ആയാലും എന്തുണ്ടാവും, എസിൽ ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാവും. സോ ഇൻ ബോത്ത് കേസസ്, രണ്ട് കേസിലും എന്തുണ്ട്, എസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ്. Therefore S is a non-empty subset of W. S is a non-empty subset of W. So S is a non-empty set of positive integers. So by well ordering principle, S contains a least element R. That is, we know well ordering principle is every non-empty set of positive integers has a least element. ഇവിടെ S എന്നുള്ളത് non-empty set of subset of W ആണെന്ന് കിട്ടി. W ആയതുകൊണ്ട് തന്നെ W ലെ elements എല്ലാം greater than or equal to 0. So S is a non-empty set of positive integers. So by well ordering principle, we have S contains a least element. Say R. So R എന്ന് പറഞ്ഞാൽ S ലെ ഒരു least element ആണ് എങ്കിൽ R can be written as some A minus B Q. That is, അങ്ങനെയുള്ള ഒരു Q എക്സിസ്റ്റ് ചെയ്യും. കാരണം S ലെ എലമെന്റ് എല്ലാം ഈ ഫോമിലാണ്, A മൈനസ് ബി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ R S ലെ least element ആയതുകൊണ്ട് തന്നെ S has this form A minus B Q. So we can find such Q. Since R belongs to S, an integer Q exists such that R is equal to A minus BQ, where R is greater than or equal to 0. So we can say that from here A equal to BQ plus R. A equal to BQ plus R. So we have proved that A can be written as BQ plus R and R is greater than 0 because R is the least element of S and S elements are greater than or equal to 0. അതുകൊണ്ട് R greater than 0 എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് R ലെസ് ദാൻ ബി ആണ് പ്രൂവ് ചെയ്യണം. കാരണം we have to show that R lies between 0 and B. So R greater than or equal to 0 എന്ന് already നമ്മൾ കിട്ടി. Now we have to show that R is less than B. We can do it by contradiction. Let us assume that R greater than or equal to B. We have to show that R is less than B. So let us assume that R is greater than or equal to B. So we get R minus B is greater than or equal to 0. But R minus B can be written as R is equal to A minus BQ. So from this we get A minus BQ minus B. So this is equal to A minus B into Q plus 1. So R minus B is nothing but A minus B into Q plus 1. So it is of this form A minus Bn. S elements എല്ലാം A minus B എന്നുള്ള രൂപത്തിലാണ്. മാത്രമല്ല
this is greater than or equal to 0 because r minus b is greater than or equal to 0. So r minus b is equal to this, which is greater than or equal to 0, and it is of this form, a minus bn. So a minus b into q plus 1 belongs to s. ഇത് എസിലുള്ള ഒരു എലമെന്റ് ആണെന്ന് കിട്ടി. അതായത് r minus b belongs to s. r minus b belongs to s എന്ന് കിട്ടി. മാത്രമല്ല, since b greater than 0, we have r minus b is less than r. അതായത് r ഉള്ള നമ്പറിൽ നിന്ന് b subtract ചെയ്യുമ്പോൾ r minus b എന്തായിരിക്കും, less than r ആയിരിക്കും, because b greater than 0. So r minus b is a smaller number than r, and it is in s. s ലെ എലമെന്റ്സ് എല്ലാം greater than or equal to 0 ആണ്. മാത്രമല്ല r അതിലെ ലീസ്റ്റ് എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടി r minus b is smaller than r. So it contradicts the choice of r because r is least element in s. ഇതിനെ കോൺട്രഡിക്ട് ചെയ്യും. r s ലെ ലീസ്റ്റ് എലമെന്റ് ആണെന്നുള്ളതിനെ കോൺട്രഡിക്ട് ചെയ്യുന്നതാണ് r minus b r നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞത്. So we get a contradiction. So our assumption that r greater than or equal to b is wrong. This is wrong. Therefore r is less than b. Okay. So we can say that a equal to bq plus r, or r equal to a minus bq എന്ന് എഴുതാൻ പറ്റും, or a equal to bq plus r എന്ന് എഴുതാൻ പറ്റും, where r lies between or 0 less than or equal to r less than b. Okay. Therefore there exists q and r such that a equal to bq plus r such that 0 less than or equal to r less than b. So existence of q and r കിട്ടി. Now uniqueness of q and r. Now to show that the integers q and r are unique, assume there are integers q, q dash, r and r dash such that a equal to bq plus r and a equal to bq dash plus r dash. അപ്പോൾ ഒന്നിലേറെ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. That is, we assume that there are integers q, q dash, r and r dash such that a equal to bqr എന്നും bq plus r എന്നും a equal to bq dash plus r dash എന്നും എഴുതാൻ പറ്റുന്ന രൂപത്തിലുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. Where 0 less than or equal to r less than b and 0 less than or equal to r dash less than b. Okay. Now for convenience, assume that q greater than or equal to q dash. Q greater than or equal to q dash. Then r dash minus r is equal to b into q minus q dash, because from this we get r dash is equal to a minus bq dash, and from this we get r is equal to a minus bq. Therefore r dash minus r is equal to minus bq dash plus bq, that is b into q minus q dash. Now since q is greater than or equal to q dash, we have q minus q dash is greater than or equal to 0, and therefore from this equation number 2 we get r dash minus r is greater than or equal to 0, because r dash minus r is equal to b into q minus q dash. So since q minus q dash is greater than or equal to 0, we have r dash minus r is also greater than or equal to 0. Now since r dash is less than b and r is less than b, we have assumed that there are these integers such that a equal to this and a equal to this, such that r is less than b and r dash is less than b. So since r dash is less than b and r is less than b, we have r dash minus r is less than b. Number it as 3. Now suppose q is greater than q dash. We are assumed that q is greater than or equal to q dash. Now we are supposing that q is greater than q dash. If q is greater than, we are going to prove that q equal to q dash and r equal to r dash. Okay. Now if q is greater than q dash, we get q minus q dash is greater than or equal to 1. That is q minus q dash is greater than 0 or 2. That is q minus q dash is greater than or equal to 1. So we have b into q minus q dash is greater than or equal to b. Q minus q dash is greater than or equal to 1 implies just multiplying both sides with b. B is actually positive, so b into q minus q dash is greater than or equal to b. Now by second equation, because we have second equation is r dash minus r is equal to b into q minus q dash. So since b into q minus q dash is greater than or equal to b, we have r dash minus r is greater than or equal to b from this equation, second equation. But which is a contradiction, because we have from this equation number 3 r dash minus r is less than b, but we have obtained here r dash minus r is greater than or equal to b. So this is a contradiction. This is a contradiction. So our assumption that q greater than q dash is wrong. This assumption is wrong. Q greater than q dash is wrong. That is q is not greater than q dash. Therefore
we have assumed that q greater than or equal to q dash. Therefore, the only possibility is that q equal to q dash. Since q equal to q dash, we have from equation number 2 r equal to r dash. Clear? That means since q equal to q dash, we get from equation number 2. Equation number 2 means q equal to q dash means this is equal to 0, r dash minus r equal to 0. Therefore, r dash is equal to r, or r equal to r dash. So we have obtained that q equal to q dash and r equal to r dash. അപ്പോൾ ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we can say that q equal to q dash and r equal to r dash. Therefore, the integers q and r are unique. This completes the proof. Okay. So division algorithm പറയുന്നത് a ഒരു integer ആണ്, b ഒരു positive integer ആണ്. Then if you divide a by b, then we get, or we can write a equal to bq plus r, where q is the quotient and r is the remainder. Okay. Now as an example, find the quotient q and the remainder r when first question is 207 is divided by 15, and second one is minus 23 is divided by 5. Now we know 207 can be written as 15 into 13 plus 12. Okay, that is, if you are dividing 207 by 15, we'll get 13 as quotient and 12 as a remainder, because 15 into 13 is nothing but 195 and 12 is the remainder. So q equal to 13 and r equal to 12. Clear? Now what about minus 23? If you are dividing minus 23 by 5, we can return this in two ways. In first way is minus 23 can be written as 5 into, we are dividing this by 5. So minus 23 is nothing but 5 into minus 4 plus minus 3. 5 into minus 4 is actually minus 20 plus minus 3 is minus 23. So we can write like this. In this case, q equal to minus 4 and r equal to minus 3. This is r and this is q. And also we can express minus 23 is like this. Minus 23 is equal to 5 into minus 5 plus 2. That is, 5 into minus 5 is minus 25 plus 2 is minus 23. So we can express minus 23 like this also. If you are dividing minus 23 by 5, we can write also like this. 5 into minus 5 plus 2. In this case, we get quotient q as minus 5 and remainder as r equal to 2. But this is wrong, because in this case we obtained that r is equal to minus 3. But the remainder r should not be negative. R should be non-negative. So this is wrong. This is wrong because here r is, or the remainder is negative. But in the second one is true, because minus 23 can be written as 5 into minus 5 plus 2. Here q equal to minus 5 and r equal to the remainder r is 2, where r lies between 0 and 5 and r is positive, or r is non-negative. Okay, so minus 23 can be by division algorithm, minus 23 can be written like this. Here actually we know this is minus 20, this is minus 25 plus 2, that is minus 23. Right. Now we have a note. The equation a equal to bq plus r can be written as, if we are dividing this by b, we get a by b is equal to q plus r by b. So since we have r is satisfying this relation, that is r is lies between 0 and b, that is 0 less than or equal to r less than b. So we have 0 less than or equal to r by b less than 1. So uh, this relation is actually a by b. We have a by b equal to q plus r by b, where r by b, the quotient r by b is lies between 0 and 1. Okay, consequently q is equal to q is actually, we have a by b, this is the floor function a by b, and r is equal to a minus bq, that is a minus b into the floor function a by b. Floor function is actually the greatest integer less than or equal to a by b. For example, the floor function of 2.1 is equal to 2, that is the greatest integer less than or equal to 2.1 is nothing but 2. So here q is nothing but the greatest integer. This is a by b can be written as q plus r by b, where r by b is less than 1 and greater than or equal to 0, and q is actually the floor function of a by b. Okay, for example, 2 by 3.
2 by 3 or 3 by 2. We know 3 by 2. 3 by 2 is actually 1.5. 3 by 2 can be written as 1 plus 1 by 2. That is 3 by 2 is actually 1.5. So 1.5 can be written as 1 plus 0.5, that is 1.5. So here a equal to 3 and b equal to 2. So 3 by 2 is equal to q is 1 here and r equal to 1 here. So 1 by 2 is less than or equal to or less than 1. 1 by 2 is less than 1. Clear. And this 1 is nothing but uh, this is the floor function of 3 by 2. Floor function value of 3 by 2 is actually 1 by 1.5. Floor function of 1.5 is 1. That is this q. This 1 is this. Now we have two operators, div and mode operators. Actually, the binary operators div and mode are often used in discrete mathematics and computer science to find quotients and reminders. They are defined as follows. A div B is nothing but quotient when A is divided by B. So A div B indicates that it is the quotient when A is divided by B. So we know A, if they are divided by B, A can be written as some B Q plus R. So this Q is actually A div B, and A mod B is the remainder when A is divided by B. So this is R. So this is in this case we have this is Q and this is R, right? So A mod B is the remainder and A divided B means the quotient when A is divided by B. So note these two operators div and mod. Okay. For example, 23 div 5 is 4 because we can write 23 can be written as 5 into 4 plus 3. So 5 is actually 23 equal to A and 5 equal to B. So 4 is Q. This is Q and this is R. So 23 div 5 is actually Q, that is 4, and 23 mod 5 is a remainder, that is 3. Clear. Minus 23 div 5 is minus 5 because the quotient is minus 5, and minus 23 mod 5 is 2. This is the remainder. So this notation is for a remainder and this notation is for quotient. So it now follows from these definitions that Q equal to A div B, that is floor of A by B, and R equal to A mod B, that is A minus BQ, that is A minus B into floor of A by B. That is from this definition. We have Q equal to floor of A by B and R equal to this. Clear. So we can write Q equal to A divided B and R equal to A mod B, and which can be expressed as the floor of A by B, and R can be expressed as the A minus B into floor of A by B. Okay.